Hello everyone, this is Gayatri Shankar. Welcome back to my YouTube channel. അപ്പം ഞാൻ ഈ ചാനലിൽ ഒരു പുതിയ പ്ലേലിസ്റ്റ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുകയാണ്. മറ്റൊന്നുമല്ല, കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ BEd ചെയ്യുന്ന കുട്ടികൾക്ക് 4th സെമസ്റ്ററിൽ ഒരു ഓൺലൈൻ എക്സാം ഉണ്ട്. സോ ആ ഓൺലൈൻ എക്സാമിന്റെ ജനറൽ പേപ്പർ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ ഈസി ആവാൻ വേണ്ടിയിട്ട് ഒരു പ്രീവിയസ് ഇയർ MCQ സീരീസ് ആണ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 4 വീഡിയോസ് ആയിരിക്കും ഈ പ്ലേലിസ്റ്റിൽ ഉണ്ടാവുക. സോ ദിസ് വിൽ ബി പാർട്ട് 1 where we will be discussing close to 66 questions from your previous year questions. ഇതിനോടൊപ്പം ഇനി വരാനിരിക്കുന്ന വീഡിയോസിൽ നമ്മൾ ഓരോ EDUയിലും ഉള്ള വളരെ പ്രോബബിൾ ആയിട്ടുള്ള ഒരു 20 ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്ട്രേറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലേണർ ടൈപ്സ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ് ബൈ മീൻസ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി? ഫിസിക്കൽ ആക്ടിവിറ്റി വഴി പഠിക്കുന്ന കുട്ടിയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? നമുക്കറിയാം, ഹവാർഡ് ഗാർഡനറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ആൻഡ് ദി ആൻസർ ഇസ് കൈനസ്തെറ്റിക്കലാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിലൂടെ പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നോട്ട് ജസ്റ്റ് ദറ്റ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതേപോലെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും എന്നല്ല, ബട്ട് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ മേജർ ഏരിയാസ് ഫ്രം വേർ ദർ ആർ ആസ്കിംഗ് ദി ക്വസ്റ്റ്യൻ. സോ അത് നിങ്ങളെ കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് നോക്കിയതിന് ശേഷം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏരിയാസ് എന്താണെന്നുള്ളത് ഒന്നുകൂടെ ബ്രഷ് അപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, which one of the following ensures the degree to which research method produces stable, consistent result? Utility, novelty, reliability, validity. നമുക്കറിയാം, വാലിഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്തിനെയാണോ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ വി കോൾ ഇറ്റ് വാലിഡ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കുട്ടിയുടെ മാത്തമാറ്റിക്സ് സ്കില്ലാണ് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഞാൻ എൻ്റെ ക്വസ്റ്റ്യനിൽ ഇത്തിരി വളരെ ട്രിക്കി ആയിട്ടുള്ള ഇംഗ്ലീഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ യു ആർ നോട്ട് ആക്ച്വലി ഇവാലുവേറ്റിംഗ് ദ ചൈൽഡ്സ് മാത്തമാറ്റിക്കൽ എബിലിറ്റി, ബട്ട് ലുക്കിംഗ് ഫോർവേഡ് ടു ഇവാലുവേറ്റ് ആ കുട്ടിക്ക് ഇംഗ്ലീഷ് എത്ര അറിയാം എന്നുള്ളതായിരിക്കും ആ ക്വസ്റ്റ്യനിലൂടെ ട്രിക്കി ആയിട്ട് നിങ്ങളൊരു വാക്ക് കൊടുക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്. സോ ടെസ്റ്റ് ഇസ് വാലിഡ് വെൻ ഇറ്റ് ഇസ് ടെസ്റ്റിംഗ് വാട്ട് നീഡ്സ് ടു ബി ടെസ്റ്റഡ്. ആൻഡ് റിലയബിലിറ്റി ഇസ് വെൻ ഞാൻ ഒരു ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്തു, അത് ഒരു ക്ലാസ്സിൽ ഇട്ടപ്പോൾ ആ ക്ലാസ് ആവറേജും മറ്റൊരു ക്ലാസ്സിൽ അതേ ഓൾമോസ്റ്റ് സിമിലർ പെർഫോമൻസ് ഉള്ള മറ്റൊരു ക്ലാസ്സിൽ ഇടുമ്പോഴും അതേ ആവറേജ് കിട്ടുകയാണെങ്കിൽ, അതായത് ഒരേ ടെസ്റ്റിന് പല സിറ്റുവേഷനിലും ഒരു കൺസിസ്റ്റന്റ് സ്റ്റേബിൾ റിസൾട്ട് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനാണ് റിലയബിലിറ്റി എന്ന് വിളിക്കുന്നത്. സോ ദി ആൻസർ ഇസ് റിലയബിലിറ്റി. Which of the following tenets does not belong to pragmatism? So we know pragmatism എന്ന് പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. അപ്പം ലേണിംഗ് ബൈ ഡൂയിങ്ങിനകത്ത് എന്ന് പറയുന്ന ആ ഫിലോസഫിക്കകത്ത് ഇതിലേതാണ് ഡസ് നോട്ട്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ യു നീഡ് ടു ബി വെരി കെയർഫുൾ. നമ്മുടെ സ്ക്രീനിൽ ഐ ഹവ് ഓൾസോ പോസ്റ്റഡ് എ വീഡിയോ വേർ നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ മോക്ക് ടെസ്റ്റ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും ആ സ്ക്രീൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും കാണാൻ സാധിക്കുന്ന ഒരു വീഡിയോ കൂടെ ഉണ്ട്. ഐ വിൽ പുട്ട് ദാറ്റ് ഇൻ ദിസ് പ്ലേലിസ്റ്റ് ആസ് വെൽ. അതിനകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, വളരെ ചെറിയ വാക്കിൽ ഒറ്റ ലൈനായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഡസ് നോട്ട്, ഡു നോട്ട് എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ മിസ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് യു റീഡ് ദ ക്വസ്റ്റ്യൻ പ്രോപ്പർലി. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ഡസ് നോട്ട്, ഡു നോട്ട് ഒക്കെ കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ അല്ലെങ്കിൽ കാണാതെ പോകുമ്പോൾ നമുക്ക് വെറുതെ മിസ്റ്റേക്ക് വരാൻ ചാൻസസ് ഉണ്ട്. സോ പ്ലീസ് ബി കെയർഫുൾ. Only that knowledge is significant which has relevance to man. Experiment is needed for verification of truth. If individual develops, society will automatically develop. Idea devoid of action is meaningless. But does not belong to pragmatism ആണ്. ഇവിടെ നോക്കുമ്പോൾ എക്സ്പെരിമെന്റ് ഇസ് നീഡഡ് ഫോർ വെരിഫിക്കേഷൻ ഓഫ് ട്രൂത്ത് കറക്റ്റ് ആണ്. നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രൂത്ത് വെരിഫൈ ചെയ്യുന്നത്. ഇഫ് ഇൻഡിവിജ്വൽ ഡെവലപ്സ്, സൊസൈറ്റി വിൽ ഡെവലപ്പ് ഓട്ടോമാറ്റിക്കലി. അത് പ്രാഗ്മാറ്റിസം പറഞ്ഞ കാര്യമാണ്. ഐഡിയ ഡിവോയിഡ് ഓഫ് ആക്ഷൻ ഇസ് മീനിങ്ലെസ്. ആക്ഷൻ എന്ന് പറയാം, പ്രാഗ്മ എന്ന് പറയുന്നത് ആക്ഷൻ ആണ്. സോ ഹിയർ only that knowledge is significant which is relevant to man എന്നുള്ളതാണ് ആൻസർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, ദാറ്റ് ഇസ് ദി ആൻസർ. ദാറ്റ്സ് ബിക്കോസ് ഇത് എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രാഗ്മാറ്റിസം. Next one, Article 25 of Indian Constitution is right to move over the country, right to education, right to profess religion, right to exploitation. Answer is right to profess religion. Observation of one's own mental process and emotional process is psychoanalysis, introspection, perception, interpretation. നമുക്കറിയാം, introspection is the process where one observes his or her own mental
ഇമോഷണൽ പ്രോസസ്സസ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഇൻട്രോസ്പെക്ഷൻ ആണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഈ പറഞ്ഞിരിക്കുന്നത് ക്രൈറ്റീരിയൻസ് റെഫറൻസ്, നോം റെഫറൻസ്, സമ്മേറ്റീവ് ടെസ്റ്റ്, ഇപ്സേറ്റീവ് അസസ്മെന്റ്. സോ ഇതൊക്കെ എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം. ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ ഉണ്ടാവും, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ടെസ്റ്റ് പാസ് ആവുന്നു. ആക്ച്വലി ഡ്രൈവിംഗ് ടെസ്റ്റ് ഇസ് ആക്ച്വലി എ ക്രൈറ്റീരിയൻസ് റെഫറൻസ് ടെസ്റ്റ് അല്ലെ. നമ്മളൊരു 8 HO എടുക്കുക എന്നുള്ളത് ഒരു ക്രൈറ്റീരിയ ആണ്. അത് പ്രോപ്പർ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയില്ലെങ്കിൽ വിൽ ഫെയിൽ. ഇപ്സേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രസ് ആണ് അവിടെ അളക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ടുഡേ ഞാൻ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിൽ 2 പേജാണ് പഠിച്ച് അതിലെ ആക്ടിവിറ്റീസ് ചെയ്തതെങ്കിൽ നെക്സ്റ്റ് ഡേ ഇഫ് ഐ എം പ്രോഗ്രസിങ് മോർ ദാൻ ദാറ്റ്, അതിൽ നിന്ന് കുറച്ചുകൂടെ പ്രോഗ്രസ് ഉണ്ടാക്കുകയാണെങ്കിൽ ദെൻ അങ്ങനെ ഒരു പ്രോഗ്രസീവ് ടൈപ്പ് ഓഫ് അസസ്മെന്റിനെയാണ് ഇപ്സേറ്റീവ് അസസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ദെൻ ദർ ഇസ് നോം റെഫറൻസ് ടെസ്റ്റ്. ഇപ്പൊ നമുക്ക് UGC നെറ്റ് ഒക്കെ നോം റെഫറൻസ് ടെസ്റ്റ് ആണെന്ന് പറയാം. കാരണം ഇപ്പൊ നമ്മളത് എഴുതുകയാണെങ്കിൽ തന്നെ അതിൽ ഏറ്റവും ടോപ്പ് മാർക്ക് വരുന്ന ആളെ പെർസെന്റൈൽ 100% എന്നൊരു ഇത് ഒരു പ്ലേസ്മെന്റ് കൊടുത്തിട്ട് അതിൽ നിന്നാണ് താഴോട്ടുള്ളവരെ എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നത് ഓരോ റാങ്കില്. അപ്പം ദെൻ ദർ ഇസ് എന്താണ് ഒരു കമ്പാരിസൺ ഓഫ് ഏറ്റവും ഹയസ്റ്റ് കിട്ടിയ ആളും ലോവസ്റ്റ് കിട്ടിയ ആളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നോം റെഫറൻസ് ടെസ്റ്റ്. ആൻഡ് സമ്മേറ്റീവ് ടെസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, അറ്റ് ദി എൻഡ് ഓഫ് എന്താണ് അറ്റ് ദി എൻഡ് ഓഫ് എ ടേം അല്ലെങ്കിൽ എൻഡ് ഓഫ് എ ഇയർ ഇടുന്ന ഒരു വലിയ ടെസ്റ്റിനാണ് സമ്മേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഹിയർ ഡ്രൈവിംഗ് ടെസ്റ്റ് ഈസ് എ ക്രൈറ്റീരിയൻസ് റെഫറൻസ് ടെസ്റ്റ്. വാട്ട് ഈസ് റോങ് അബൌട്ട് സെക്കൻഡറി ഡേറ്റ? സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജേർണലിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന വർക്കിനെയാണ് നമ്മൾ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. പ്രൈമറി ഡേറ്റ ഇസ് വെയർ ദി റിസർച്ചർ himself or herself will collect the data through interview, observation, survey, etc. Secondary data എപ്പോഴും ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ ആയിരിക്കും. സോ ഇതൊക്കെയാണ് ഓപ്ഷൻ: സേവ് ടൈം, ഈസി ആക്സസ്, എക്കണോമിക്കൽ, ഡൗട്ട്ഫുൾ നേച്ചർ. വാട്ട് ഇസ് റോങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി സെക്കൻഡറി ഡേറ്റ ഡസ് സേവ് ടൈം. നമുക്ക് നമ്മൾ പോയി ഒബ്സർവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ് ഈസ് ഓൾറെഡി ഒബ്സർവ്ഡ് ആൻഡ് വെൽ ഡോക്യുമെന്റഡ്. ഈസി ആക്സസ്, അതെ, നമ്മളിപ്പോൾ 21st സെഞ്ച്വറിയിലാണ്, കമ്പ്യൂട്ടേഴ്സും കാര്യങ്ങളും ഒക്കെ വളരെ വെൽ ഡെവലപ്ഡ് ആണ്. ആൻഡ് ഇൻഫർമേഷൻ ഇസ് അറ്റ് അവർ ഫിംഗർ ടിപ്സ്, സോ ഈസി ആക്സസ് ആണ്. എക്കണോമിക്കൽ ആണ്, വളരെ ഓപ്പൺ ആക്സസ് ആയിട്ട് ഒരുപാട് സെക്കൻഡറി ഡേറ്റ അവൈലബിൾ ആണ്. സോ ഇറ്റ് ഇസ് ഓൾസോ എക്കണോമിക്കൽ. ആൻഡ് ഡൗട്ട്ഫുൾ നേച്ചർ, ഇതാണ് ആൻസർ. വാട്ട് ഇസ് റോങ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സെക്കൻഡറി ഡേറ്റ എപ്പോഴും നമ്മൾ വളരെ ഒത്തന്റിക് ആയിട്ടുള്ള പബ്ലിഷ്ഡ് റെപ്യൂട്ടഡ് ജേർണൽസിൽ നിന്നുള്ള കാര്യങ്ങളാണ് എടുക്കുന്നത്. സോ ഇറ്റ് കനോട്ട് ബി ഡൗട്ട്ഫുൾ. അതിന് ഡൗട്ട്ഫുൾ നേച്ചർ വരേണ്ട ആവശ്യമില്ല. ബിക്കോസ് അത് നമുക്ക് ട്രസ്റ്റബിൾ സോഴ്സസിൽ നിന്ന് മാത്രമേ നമ്മൾ സെക്കൻഡറി ഡേറ്റ എടുക്കാറുള്ളൂ. സോ ആൻസർ ഇസ് ഡൗട്ട്ഫുൾ നേച്ചർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ ആൻസർ മനസ്സിലാവും. ടു പ്രിപ്പയർ സ്റ്റുഡൻസ് ടു പാസ് ദി എക്സാം, ടു ഡിക്റ്റേറ്റ് നോട്ട്സ് ടു സ്റ്റുഡൻറ്, ടു ഡെവലപ്പ് തിങ്കിങ് പവർ ഓഫ് സ്റ്റുഡൻസ്, ടു ഗിവ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദി സിലബസ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻഡ് എ സിമ്പിൾ ആൻസർ: ടു ഡെവലപ്പ് തിങ്കിങ് പവർ ഓഫ് സ്റ്റുഡൻസ്. ബാക്കിയുള്ളത് ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വാട്ട് ടു എലിമിനേറ്റ്, വാട്ട് നോട്ട് ടു. ഒരുപാട് കോംപ്ലക്സ് ആൻഡ് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ലോജിക് യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറ്. നെക്സ്റ്റ്, വാട്ട് ഇസ് ഡിഫൻസ് മെക്കാനിസം? A mechanism designed to remove psychological barriers, a method for investigating a stage of development, a mechanism designed to decrease stress and struggle caused by precise experience, any form of martial arts. ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നമുക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ്. സോ ഹിയർ ദി ആൻസർ ഇസ് എ മെക്കാനിസം ഡിസൈൻഡ് ടു റിമൂവ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. Next one, which of the following characteristics does not belong to a community? ഒരു കമ്മ്യൂണിറ്റിക്ക് ബിലോങ് ചെയ്യാത്ത, ഡസ് നോട്ട്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കുറച്ച് നിങ്ങൾ അലേർട്ട് ആയിരിക്കണം എന്ന് പറയുന്നത്. ഡസ് നോട്ട്, ഡു നോട്ട് ഒക്കെ ഒന്ന് വായിച്ചിരിക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ ഡു നോട്ടോ ഡസ് നോട്ടോ കാണാത്തത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് അത് തെറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ പീപ്പിൾ ഹാവിങ് യൂണിഫൈഡ് ലാംഗ്വേജ്, അവർക്കൊരു കമ്മ്യൂണിറ്റി ആവാം. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ എ ജോഗ്രഫിക്കൽ ഏരിയ ആകാം. പീപ്പിൾ വിത്ത് യൂണിഫൈഡ് ലാംഗ്വേജ് ഓഫ് കോഴ്സ് ആവാം. ഇപ്പം പീപ്പിൾ വിത്ത് ഓക്കെ, ഇറ്റ് ഹാസ് രണ്ടെണ്ണം എന്താണ് റിപ്പീറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. സോ പീപ്പിൾ വിത്ത് യൂണിഫൈഡ് ലാംഗ്വേജും
ജോഗ്രഫിക്കൽ ഏരിയയും നമുക്ക് പറയാം അല്ലെ. മലയാളം സംസാരിക്കുന്നവർ മലയാളികൾ, കേരളത്തിൽ സംസാരിക്കുന്നവരും കേരളൈറ്റ്സ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യാറുണ്ട്. അതേസമയം പീപ്പിൾ ഹാവിങ് കോമൺ ഐഡിയൽസ് എപ്പോഴും ഒരു നാച്ചുറലി കമ്മ്യൂണിറ്റി ഫോം ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. സോ ആൻസർ ഇസ് പീപ്പിൾ ഹാവിങ് കോമൺ ഐഡിയൽസ് ഓഫ് ലൈഫ്. Next one, Secondary Education Commission was in which period? Under which name? So Secondary Education Commission അറിയപ്പെടുന്നത് മുതലിയാർ കമ്മീഷൻ ആണ്, 1952 to 53. സി എല്ലാ കമ്മീഷൻസും എപ്പോഴാണ്, ഓരോ കമ്മീഷന്റെയും ഒരു വേറൊരു പേരുണ്ടല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ രാധാകൃഷ്ണൻ കമ്മീഷൻ തന്നെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പേരുണ്ട്, മുതലിയാർ കമ്മീഷന് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പേരുണ്ട്, കോത്താരി കമ്മീഷന് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പേരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പേരുകളെല്ലാം ഓർത്തു വെക്കുക, ഇയേഴ്സ് എല്ലാം നോക്കിയിരിക്കുക. അതുപോലെ NPE രണ്ടെണ്ണം ഉണ്ട്, 68 ഉണ്ട്, 86 ഉണ്ട്, രണ്ടും നോക്കിയിരിക്കുക. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പോളിസി NEP 2020 ആണ്. സോ ആൻസർ ഇസ് മുതലിയാർ കമ്മീഷൻ. Next one, provision of valuing and preserving rich heritage of our composite culture is under which of the following pact of Indian Constitution? നമ്മുടെ റിച്ച് ആൻഡ് വാല്യൂയിങ് ആയിട്ടുള്ള ഹെറിറ്റേജ് നമ്മൾ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അതിനെ പ്രിസർവ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പ്രിസർവ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. സോ ദി ആൻസർ ഇസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുടെ അടിയിലാണ് നമ്മുടെ കൾച്ചറിനെ പ്രിസർവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഓഫ് ദ കമ്മിറ്റി റെക്കമെൻഡഡ് SUPW? സോ SUPW റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഈശ്വർ ഭായ് പട്ടേൽ കമ്മിറ്റിയാണ്. Next one, depression is characterized by malfunction of thalamus, malfunction of hypothalamus, malfunction of frontal lobe, malfunction of cerebrum. ഫ്രണ്ടൽ ലോബിന്റെ മാൽഫങ്ഷൻ ആണ് ഡിപ്രഷനെ ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത്. ഡ്രഗ് അബ്യൂസ് വരുമ്പോഴും ഫ്രണ്ടൽ ലോബിനാണ് ക്ഷതമേൽക്കുന്നത്. അപ്പം ഈ ഫ്രണ്ടൽ ലോബിനെ എന്ത് ചെയ്യാൻ, റിജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊഗ്നേറ്റീവ് ബിഹേവിയറൽ തെറപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റീഹാബിലിറ്റേഷന്റെ സമയത്ത് കൊടുക്കുന്നത്. സോ ആൻസർ ഇസ് മാൽഫങ്ഷൻ ഓഫ് ഫ്രണ്ടൽ ലോബ്. Next, the very essential characteristics of research. ഏറ്റവും എസെൻഷ്യൽ ആയിരിക്കേണ്ട ക്യാരക്ടറിസ്, ഈ പറഞ്ഞിരുന്ന എല്ലാം വളരെ എന്താണ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. റിലയബിൾ ആയിരിക്കണം, വാലിഡ് ആയിരിക്കണം, ജനറലൈസബിലിറ്റി ഉണ്ടാവണം, ഒബ്ജക്ടിവിറ്റി ഉണ്ടാവണം. പക്ഷെ ഏറ്റവും എസെൻഷ്യൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒബ്ജക്ടിവിറ്റി തന്നെയാണ് എഴുതേണ്ടത്. എല്ലാ റിസർച്ചും റിലയബിൾ ആയിരിക്കണം എന്നില്ല. ഇപ്പം ഞാൻ ഒരു ക്ലാസ് നടത്തുന്ന ഒരു റിസർച്ച് മറ്റൊരു ക്ലാസ്സിൽ ആപ്ലിക്കബിൾ ആവണമെന്നില്ല, വാലിഡ് ആവണമെന്നും ഇല്ല. ഇപ്പോൾ ഞാനൊരു ക്ലാസ്സിൽ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുപോലെ ജനറലൈസബിലിറ്റി, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പെർട്ടിക്കുലർ ആക്ഷൻ റിസർച്ചിൽ എനിക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് മറ്റൊരു ക്ലാസ്സിൽ ചിലപ്പം ആ ആക്ഷൻ റിസർച്ച് ജനറലൈസബിൾ ആവണമെന്നില്ല. അതേസമയം റിസർച്ച് ഹാസ് ടു ബി വെരി എസെൻഷ്യലി ഒബ്ജക്റ്റീവ്. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൈനലി ആ പ്രോബ്ലം സോൾവ് ചെയ്ത് തന്നെ ആകണം. സോ യു ഹാവ് ടു ബി വെരി ഒബ്ജക്റ്റീവ് അബൌട്ട് റിസർച്ച്. അതാണ് ഏറ്റവും എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച്. നെക്സ്റ്റ് വൺ ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു നോൺ പ്രോബബിലിറ്റിക് സാമ്പിളിംഗ്? നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ വരുന്നത് ഏതാണ്? നമ്മൾ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. ഇൻസിഡന്റൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്നൊരു ദിവസം ക്ലാസ്സിൽ കയറി ചെന്നിട്ട് 4-5 പേര് എണീക്കൂ, എൻ്റെ കൂടെ ഒരു ആവശ്യത്തിന് വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് ലൈക്ക് എൻ ഇൻസിഡന്റൽ സാമ്പിളിംഗ്. ദെൻ ദർ ഇസ് കോട്ട സാമ്പിളിംഗ്. ഞാനൊരു 3 ഗ്രൂപ്പ്സ് ആയിട്ട് കുട്ടികളെ തിരിച്ചതിന് ശേഷം അതിൽ നിന്ന് ഓരോന്നിന്നും 2-3 പിള്ളേരെ വെച്ചിട്ട് എടുക്കുകയാണ്. അപ്പം ഒരു ഗ്രൂപ്പിൽ ഇത്ര കോട്ടയിൽ ആ കോട്ട 3 പേരെയാണ് വേണ്ടത്, ആ 3 പേരെ വെച്ച് എടുക്കുന്നതിനാണ് കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദർ ഇസ് പർപ്പസീവ് സാമ്പിളിംഗ് അവൈലബിൾ. ഇപ്പൊ ഞാൻ ഇന്നൊരു ക്ലാസ്സിൽ ഒരു റിസർച്ച് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് ആ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിലും അന്നത്തെ ദിവസം 10 പേരെ ഉള്ളെങ്കിൽ ആ 10 പേരെ വെച്ച് ഞാൻ ചെയ്യുന്നതിനാണ് പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഈ 3 സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റിക് സാമ്പിളിംഗ് ആണ്. അതായത് യാതൊരു രീതിയിലുള്ള പ്രോബബിലിറ്റി തരമായിട്ടുള്ള സാമ്പിളിംഗ് ടെക്നിക്കോ അതിനകത്തില്ല. സോ ഡസ് നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ആണ്. ഇറ്റ് ഇസ് എ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്. ഇതുപോലെ നോൺ പ്രോബബിലിസ്റ്റിക് സാമ്പിളിംഗിന്റെ അടിയിൽ വരുന്ന മറ്റൊരു ടെക്നിക്കാണ് സ്നോ ബോളിംഗ്. അതായത് ഇപ്പം എൻ്റെ വർക്ക് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു വർക്കാണ്. അപ്പം എനിക്ക് കിട്ടുന്ന, ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഉള്ള ഒരാളെ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളെങ്കിൽ അയാളെ വെച്ച് ഞാൻ റിസർച്ച് ചെയ്തിട്ട് അയാളോട് പറയുന്നു, നിന്നെപ്പോലുള്ള 2 പേരെ നീ കണ്ടുപിടിച്ചുകൊണ്ട് വാ. അപ്പം ദെൻ ദാറ്റ് പേഴ്സൺ ഗോസ് ആൻഡ് ഫൈൻഡ് 2 other people. എന്നിട്ട് ഞാൻ ആ 2 പേരും പഠിച്ചതിന് ശേഷം അവരോടും പറയുന്നു, നിങ്ങളെ പോലുള്ള 2 പേരും കൂടെ. അങ്ങനെ ഫൈനലി ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഒരു ചെയിൻ പോലെ അത് കണക്ട് ചെയ്ത്
ഒരു മലയുടെ മുകളിൽ നിന്ന് ഒരു കുട്ടി സ്നോബോൾ താഴോട്ട് വരുമ്പോൾ അതിങ്ങനെ വലുതായി വരുന്നത് പോലെ നമ്മുടെ സാമ്പിൾസ് തന്നെ നമുക്ക് കൂടുതൽ കൂടുതൽ സാമ്പിൾസിനെ തരുന്നതിനാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഓൾസോ എ നോൺ പ്രോബബിലിസ്റ്റിക് സാമ്പിളിംഗ് ടെക്നിക്. അടുത്തത്, which type of record maintains description of significant event of a student? ഒരു പെർട്ടിക്കുലർ ഇവന്റ് തരുന്നത് എപ്പോഴും അനക്ഡോട്ടൽ റെക്കോർഡ് ആയിരിക്കും. അതേസമയം ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു ഹോൾ ഒരു ഹോൾ പീരിയഡ് ഫ്രം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു 10th സ്റ്റാൻഡേർഡ് ഉള്ള എല്ലാ ഇവന്റ്സും ഉള്ള സാധനമായിരിക്കും ക്യുമുലേറ്റീവ്. അനക്ഡോട്ടൽ വുഡ് ബി അബൌട്ട് എ പെർട്ടിക്കുലർ ഇവന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന റെക്കോർഡിനെ അനക്ഡോട്ടൽ എന്നാണ് വിളിക്കുന്നത്. സോ ആൻസർ ഇസ് അനക്ഡോട്ടൽ. So which is the correct order of psychoanalytical development? ഇത് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി ആണ്. സോ ആൻസർ ഇസ് ഓറൽ, ഏനൽ, ഫാലിക് ആൻഡ് ലേറ്റൻസി. അപ്പം അങ്ങനെയുള്ള തിയറീസ് എല്ലാം നോക്കി വെക്കുക, അതിന്റെ ഓർഡേഴ്സ് ഒക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് വെക്കുക. Next one, if education is a tripolar process in which the third element after student and teacher is, സ്റ്റുഡൻറ്റും ടീച്ചറും കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രൈപോളാർ പ്രോസസ്സിലെ തേർഡ് എലമെന്റ് എന്ന് പറഞ്ഞാൽ അത് സോഷ്യൽ എൻവയോൺമെന്റ് ആണ്. നെക്സ്റ്റ് വൺ, new ideas, eureka, suddenly comes in the mind of creative children in the stage of, ഇത് ഈ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേജസും ക്രിയേറ്റിവിറ്റിയുടെ 4 സ്റ്റേജുകളാണ്. പ്രിപ്പറേഷൻ, റിവിഷൻ ആക്ച്വലി ഇല്ല, ഇല്യൂമിനേഷൻ ആൻഡ് ഇൻകുബേഷൻ. ഇതിൽ എവിടെയാണ് കുട്ടിയുടെ മനസ്സിൽ ഐഡിയാസ് ഉദിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ക്രിയേറ്റിവിറ്റിയുടെ 4 സ്റ്റേജിൽ കുട്ടിക്ക് ഒരു ഐഡിയ, യുറേക്ക മൊമെന്റ് വരുന്ന എവിടെയാണ്? ഇല്യൂമിനേഷനിലാണ്. Which is the stage of psychosocial development is associated with old age? ഓൾഡ് ഏജുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റേജ് ഏതാണ്? സോ ഇത് എറിക്സന്റെ തിയറിയാണ്. അപ്പം എറിക്സന്റെ തിയറി നോക്കിയിട്ട് പോവുക, ഓരോ സ്റ്റേജസും അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ ആൻസർ ഹിയർ ഇസ് ഇന്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പയർ. ഏറ്റവും വയസ്സാകുമ്പോഴത്തേക്കും ഒരാൾക്ക് തോന്നുന്ന കാര്യമാണ്, ഞാൻ ജീവിതത്തിൽ ഒരുപാട് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ഫീൽ ദേ ആർ വെരി much very much with integrity, and if not they feel despair. ഞാനൊന്നും ജീവിതത്തിൽ ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് വരും. അതേസമയം ടീനേജുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത് is when there is identity versus role confusion. അതും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ, egocentrism is associated with Piaget's which stage of development? എല്ലാ സ്റ്റേജിലും എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. സെൻസറി മോട്ടോ സ്റ്റേജിലുള്ളത്, സെൻസറി മോട്ടോ സ്റ്റേജിൽ നമ്മൾ ഒരു ഒബ്ജക്ട് പെർമനൻസി ആണ് വരുന്നത്. അതായത് നമ്മൾ ഒരു കുട്ടീനെ ഒരു ഒബ്ജക്റ്റ് കാണിച്ചിട്ട് അത് ഒളിപ്പിച്ചു വെക്കുകയാണെങ്കിലും കുട്ടിക്ക് മനസ്സിലാവും, അതിന്റെ കണ്ണിന്റെ ആ ഒരു വിഷനിൽ നിന്ന് പോയിട്ടേ ഉള്ളൂ, ബട്ട് ദാറ്റ് ഒബ്ജക്റ്റ് ഇസ് സ്റ്റിൽ എക്സിസ്റ്റിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കുട്ടിയിൽ ഉണ്ടാവുന്നതിനാണ് ഒബ്ജക്ട് പെർമനൻസി എന്ന് പറയുന്നത്. ഇനി പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് കുട്ടിക്ക് ഈഗോ സെൻട്രിസം, അതായത് ഞാൻ തിങ്ക് ചെയ്യുന്ന പോലെയാണ് എല്ലാവരും തിങ്ക് ചെയ്യുന്നതെന്നൊരു തോട്ട്, അതുപോലെ ആനിമിസവും വരുന്നത്. ആനിമിസം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, ഈ നോൺ ലിവിങ് തിങ്സിന് ജീവനുണ്ട് എന്നുള്ള രീതിയിൽ അത് വെച്ച് കളിക്കുന്നതിനാണ് ആനിമിസം എന്ന് പറയുന്നത്. ദെൻ ഇൻ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ. അതായത് കുട്ടിക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഈ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ അതിനകത്തുള്ള വോളിയം, ഏരിയ, അങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തിയിലെത്തുന്നതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ആൻഡ് ഫൈനലി ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ വളരെ അബ്സ്ട്രാക്ട് തോട്ട്സ്, ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റോ ഫേസ് ആണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നത്. സോ ഈഗോസെൻട്രിസം ഇസ് അസോസിയേറ്റഡ് വിത്ത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ചിലപ്പോൾ LAD എന്ന് മാത്രം ചോദിച്ചേക്കാം. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഇസ് എ കോൺട്രിബ്യൂഷൻ ഓഫ് നോം ചോംസ്കി. നോം ചോംസ്കിയുടെ മറ്റൊരു കോൺട്രിബ്യൂഷൻ ആണ് യൂണിവേഴ്സൽ ലാംഗ്വേജ് ഗ്രാമർ, യൂണിവേഴ്സൽ ഗ്രാമർ, UG. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഓൾഡ് മെമ്മറീസ് ഡിസ്ട്രപ്റ്റ് ന്യൂ വൺസ് ഇസ് കോൾഡ്. ഇത് അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പം നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഐ എം ലേണിംഗ് ഹാബിറ്റ് ആൻഡ് മൈ ഓൾഡ് ലേണിംഗ് ഇസ് റാബിറ്റ്, RABBIT എന്ന് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം പുതിയത് പഠിക്കുന്ന സമയത്ത് എനിക്ക് പഴയത് കാരണം ഒരു ചേഞ്ച് പുതിയതിൽ വരികയാണെങ്കിൽ
അതായത് ഞാൻ RABBIT നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ പുതിയ എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കണം ഹാബിറ്റ് സ്പെൽ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ HABBIT എന്ന് സ്പെൽ ചെയ്യുകയാണെങ്കിൽ then it is called proactive inhibition. ഇതിന്റെ നേരെ തിരിച്ചാണ് retroactive inhibition വരുന്നത്. So old memories disrupting new ones is called proactive inhibition. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തിയറി ഓഫ് വാല്യൂസ്. ഇത് ബ്രാഞ്ചസ് ഓഫ് ഫിലോസഫി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. സോ ഓരോ ബ്രാഞ്ച് ഓഫ് ഫിലോസഫി നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഫസ്റ്റ് വൺ ഇസ് എപ്പിസ്റ്റമോളജി. എപ്പിസ്റ്റമോളജി ഇസ് ദ തിയറി ഓഫ് നോളജ്. ഫിനോമിനോളജി ഇസ് ദ തിയറി ഓഫ് എക്സ്പീരിയൻസ്. ആക്സിയോളജി ഇസ് ദ തിയറി ഓഫ് വാല്യൂസ് ആൻഡ് കോസ്മോളജി ഇസ് ദ തിയറി ഓഫ് യൂണിവേഴ്സ്. ഇതില് ആക്സിയോളജിയുടെ അടിയിലാണ് എത്തിക്സും എസ്തെറ്റിക്സും വരുന്നത്. സോ അങ്ങനെയും ചോദിക്കാം, എത്തിക്സ് ആൻഡ് എസ്തെറ്റിക്സ് ഈ പറയുന്നവയിൽ ഏത് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആക്സിയോളജി ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സോ ഹിയർ തിയറി ഓഫ് വാല്യൂസ് ഇസ് ആക്സിയോളജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൻസ് ട്രെയിനിങ് അപ്പാരറ്റസ് ആരുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു? സെൻസ് ട്രെയിനിങ് അപ്പാരറ്റസ് എന്ന് പറയുന്നത് മറിയ മോണ്ടിസോറിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. സോ ഷീ വാസ് എ ഡോക്ടർ ഹു വാസ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ ആയിരുന്നു. ആൻഡ് ഷീ ഈസ് ഓൾസോ നോൺ ഫോർ ദി കോൺസെപ്റ്റ് ഓഫ് സ്പിരിച്വൽ റിയലിസം. ഓക്കെ, നെക്സ്റ്റ് വൺ, കോൺസെപ്റ്റ് ഓഫ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ. നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ആരാണ് മുമ്പോട്ട് വെച്ചത്? വി ഓൾ നോ, റൂസോ ആണ് മുമ്പോട്ട് വെച്ചത്. നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കുട്ടി ചെറുപ്പത്തിൽ ഒരു തരത്തിലുള്ള സ്ട്രിക്റ്റ് എഡ്യൂക്കേഷനും അണ്ടർഗോ ചെയ്യാൻ പാടില്ല, സ്ട്രിക്റ്റ് കരിക്കുലമോ ഒന്നും ഫോളോ ചെയ്യാൻ പാടില്ല, പകരം ഈ ഷുഡ് ബി ഇൻ കോൺടാക്ട് വിത്ത് നേച്ചർ ആൻഡ് ലേൺ ഫ്രം ദെയർ എന്നുള്ളതാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ള കോൺസെപ്റ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ സ്റ്റുഡന്റ് ട്രൈസ് എൻ എക്സ്പെരിമെന്റ് ആൻഡ് ദെൻ ലേൺസ് ത്രൂ ഹിസ് മിസ്റ്റേക്സ്, ദിസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഹൂസ് തിയറി? അപ്പം ഈ പറയുന്നവയിൽ ആരുടെ തിയറിയുമായിട്ടാണ് ഒരു കുട്ടി എക്സ്പെരിമെന്റ് ചെയ്ത് മിസ്റ്റേക്ക് വരുത്തി പഠിക്കുന്നത് ബേസ് ചെയ്തിരിക്കുന്നത്? അത് തോണ്ടേക്കിന്റെ തിയറിയാണ്. വി നോ ട്രയൽ ആൻഡ് എറർ എന്നാണ് ആ തിയറിയുടെ പേര്. സോ തോണ്ടേക്കിന്റെ തിയറിയായിട്ടാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, എഡ്യൂക്കേറ്റർ മസ്റ്റ് ഹാവ് സം അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സോഷ്യൽ ഫോഴ്സസ് ബിക്കോസ് എഡ്യൂക്കേഷൻ നമ്മൾ അറിയാം, നമ്മൾ പഠിപ്പിക്കുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ സൈക്കോളജി, ഫിലോസഫി, സോഷ്യോളജി എല്ലാം പഠിക്കുന്നതാണ്. അപ്പൊ എന്തിനാണ് നമ്മൾ സോഷ്യൽ ഫോഴ്സസിനെ പറ്റിയിട്ട് ഒരു എഡ്യൂക്കേറ്റർ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. എഡ്യൂക്കേഷൻ ഇസ് എ സൈക്കോളജിക്കൽ പ്രോസസ്. എഡ്യൂക്കേഷൻ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ സെറ്റിംഗ് ഇൻ വിച്ച് ഇറ്റ് ടേക്സ് പ്ലേസ്. ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി ആർ ടു സൈഡ്സ് ഓഫ് എ കോയിൻ ആൻഡ് സോഷ്യൽ ഫോഴ്സസ് ഷേപ്പ് ദ ഫ്യൂച്ചർ ഓഫ് ദ സൊസൈറ്റി. ഇൻഡിവിജ്വൽ സൊസൈറ്റി അല്ല, എഡ്യൂക്കേഷൻ ആൻഡ് സൊസൈറ്റി ആർ ടു സൈഡ്സ് ഓഫ് എ കോയിൻ എന്ന് നമുക്ക് പറയാം. കാരണം എഡ്യൂക്കേഷൻ ആണ് സൊസൈറ്റി എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്, അപ്പോഴുള്ള സൊസൈറ്റി ആണ് എഡ്യൂക്കേഷൻ എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ടു സൈഡ്സ് ഓഫ് എ കോയിൻ വരാറുണ്ട്. സോ ഇവിടുത്തെ ആൻസർ എഡ്യൂക്കേഷൻ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ സെറ്റിംഗ് ഇൻ വിച്ച് ഇറ്റ് ടേക്സ് പ്ലേസ് ആണ്. നെക്സ്റ്റ്, വിച്ച് ഇസ് ദിസ് സ്പൈനൽ ഡിസോർഡർ ഇൻ വിച്ച് സ്പൈൻ ടേക്സ് ഫോം ഓഫ് എൻ എസ് ഷേപ്പ്? എസ് ഷേപ്പ് ആയിട്ട് സ്പൈൻ ഇരിക്കുന്ന ഒരു ഡിസോർഡർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഐ തിങ്ക് ദർ ഇസ് എ ചാപ്റ്റർ ഫോർ ദിസ്, ഹെൽത്ത് എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ട് ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. അത് നന്നായിട്ട് വായിച്ചിട്ട് പോവുക. ഞാൻ ഫോർത്ത് സെം എക്സാം എഴുതിയ വർഷം 2-3 ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ നിന്നുണ്ടായിരുന്നു. സോ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ലോഡോസിസ് എന്ന് പറഞ്ഞാൽ ഒരാൾ നെഞ്ച് വിരിച്ച് നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും അയാളുടെ സ്പൈനൽ കോഡ്? ഇങ്ങനെ ആയിരിക്കും. ഇപ്പൊ ഇതാണ് സ്പൈനൽ കോഡ് എങ്കിൽ അയാള് ഫ്രണ്ടിലോട്ടാണ് ആഞ്ഞ് നടക്കുന്നതെങ്കിൽ അയാളുടെ സ്പൈനൽ കോഡ് വിൽ ബി കർവ്ഡ് ലൈക്ക് ദിസ്. ഇങ്ങനെ സ്പൈനൽ കോഡ് ഒരു കോൺകേവ് ഷേപ്പിൽ ഇരിക്കുകയാണെങ്കിൽ then it is called the ലോഡോസിസ്. ലോഡോസിസ് എന്നാണ് വിളിക്കുന്നത്. അടുത്തത് സ്ക്ലീറോസിസ്. ഇറ്റ് ഈസ് നോട്ട് ഈവൻ എന്താ സ്പൈൻ ഡിസോർഡർ അല്ല, നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ തന്നിരിക്കുന്നതാണ്. ദെൻ സ്കോളിയോസിസ്. സ്കോളിയോസിസ് ഇസ് വേർ യുവർ സ്പൈൻ ഇസ് ഷേപ്പ് ലൈക്ക് ഇൻ എൻ എസ് ഷേപ്പ്. അതിനെയാണ് സ്കോളിയോസിസ് എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് കൈഫോസിസ്. കൈഫോസിസ് മറ്റൊന്നുമല്ല, നമുക്ക് കൂന് വരിക. കൂന് വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്പൈൻ ഇരിക്കുക? ഇങ്ങനെ ആയിരിക്കും നമ്മുടെ സ്പൈൻ ഇരിക്കുക, വിച്ച് മീൻസ് ഒരു കോൺവെക്സ് ഷേപ്പിലായിരിക്കും സ്പൈൻ ഇരിക്കുക. ദെൻ ഇറ്റ് ഇസ് കോൾഡ് കൈഫോസിസ്. സോ ഇവിടെ എസ് ഷേപ്പ് ഡിസോർഡറിൽ സ്പൈൻ വരുന്നതിന് എന്താണ് പറയുന്നത്? സ്കോളിയോസിസ് എന്നാണ് പറയുന്നത്. അടുത്തത് വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി കോസസ്. അതാ ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സോ വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി നമുക്ക് കോസ് ചെയ്യുന്നത് മസ്കുലർ ഡിസ്ട്രോഫിയാണ്. അപ്പൊ ആ ചാപ്റ്റർ ഒന്ന് ഇരുത്തി വായിച്ചിട്ട് വേണം പോവാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് ക്ലാസ് റൂം ഇന്ററാക്ഷൻ ടീച്ചർ യൂസസ് ഡയറക്റ്റ് മീനിങ്ഫുൾ എക്സ്പീരിയൻസ്. വാട്ട് ഇസ് ദ ഹൈറാർക്കി ദ ടീച്ചർ ലീൻസ് ഓൺ ടു? ടീച്ചർ
ഒരു ഡയറക്റ്റ് മീനിങ് എക്സ്പീരിയൻസ് ക്ലാസ്സിൽ കൊടുക്കുകയാണ് ഒരു ICT ടൂളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം, ദെൻ വാട്ട് ഹൈറാർക്കിയാണ് ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത്? ഡെയിൽ സ്പോൺ ഓഫ് എക്സ്പീരിയൻസ് ആണ്. നമുക്കറിയാം ഡയറക്റ്റ് അല്ലെങ്കിൽ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ആണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ദെൻ ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ റിട്ടൻഷൻ ഓഫ് നോളജ് എന്ന് പറഞ്ഞത് ഡെയിലാണ്, എഡ്ഗാർ ഡെയിൽ. So next question, meaningful verbal learning was proposed by David Asubel. അടുത്തത്, a child learns that stealing is punishable by viewing a thief being punished in public. ഇത് ആരുടെ തിയറിയുമായിട്ട് ബേസ് ചെയ്തിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. See, when a child learns stealing is punishable by viewing a thief, then it is whose theory? അത് ആൽബർട്ട് ബണ്ടൂരയുടെ തിയറിയാണ്. ബണ്ടൂരയുടെ തിയറിയാണ് സോഷ്യൽ ലേണിംഗ് തിയറി. മറ്റൊന്നുമല്ല, കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? സൊസൈറ്റിയിലുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുകയും അതിൽ നിന്ന് അവർ പഠിക്കുകയും ചെയ്യണം. ഒരു കള്ളനെ പണിഷ് ചെയ്യുന്നത് കുട്ടി കണ്ടാൽ കുട്ടിക്ക് മനസ്സിലാവും, ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, ഐ വിൽ ഓൾസോ ബി പണിഷ്ഡ് എന്നുള്ളൊരു മെസ്സേജ് കുട്ടിയിലേക്ക് വരും. സോ അതാണ് സോഷ്യൽ ലേണിംഗ് തിയറി ഓഫ് ആൽബർട്ട് ബണ്ടൂര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോവസ്റ്റ് ലെവൽ ഓഫ് മാസ്ലോസ് ഹൈറാർക്കി. ഈ പറയുന്നതിൽ ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഫിസിയോളജിക്കൽ നീഡ് ആണ്. നെക്സ്റ്റ് വൺ, which concept of transactional analysis emphasizes the idea that individuals have the capacity to grow and change? Transactional analysis എന്താണെന്നും അതിൻ്റെ ഓരോ 3 ലെവൽസ് ഉണ്ടല്ലോ, അതെന്താണെന്നും എന്ത് രീതിയിലുള്ള ഓരോ സ്റ്റേറ്റുകൾ ഏതാണെന്നും ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക. സോ ഹിയർ ദി ആൻസർ ഇസ് ലൈഫ് സ്ക്രിപ്റ്റ്. ഒരാൾക്ക് അയാളുടെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ഗ്രോ ചെയ്യാനും ചേഞ്ച് ചെയ്യാനും ഉള്ള കഴിവുണ്ട് എന്ന് എംഫസൈസ് ചെയ്യുന്ന ഐഡിയ ഇൻ ട്രാൻസാക്ഷണൽ അനാലിസിസ് ഇസ് ലൈഫ് സ്ക്രിപ്റ്റ്. നെക്സ്റ്റ് വൺ, വിച്ച് ഇസ് നോട്ട് എ പ്രോഡക്റ്റ് ഓഫ് ലേണിംഗ്. ഈ പറയുന്നവയിൽ ഏതാണ് ലേണിംഗിന്റെ പ്രോഡക്റ്റ് അല്ലാത്തത്? ആറ്റിറ്റ്യൂഡ് ലേണിംഗിന് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ചേഞ്ച് ആണ്. കോൺസെപ്റ്റ്സ് ലേണിംഗിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നോളജും ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ ആൻസർ ഇസ് മെച്ചുറേഷൻ. നോട്ട് എന്നുള്ള വാക്ക് കാണാതെ പോകരുത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ആ നോട്ട് കണ്ടില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടും കേട്ടോ MCQ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ, ഹൈപ്പോത്തസിസ് കനോട്ട് ബി സ്റ്റേറ്റഡ് ഇൻ ടേംസ് ഓഫ്. ഈ പറയുന്നവയിൽ ഏതിലാണ് ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്യാൻ പാടില്ലാത്തത്? സോ ആൻസർ ഇസ് നൾ ഫോം. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ ഏത് ഫോമാണ്? വളരെ സിമ്പിൾ ആണ്. ഡിക്ലറേറ്റീവ്, ഡയറക്ഷണൽ ആൻഡ് ക്വസ്റ്റ്യൻ ഫോം. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ക്ലാസ്സിൽ പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയുടെ എക്സാമ്പിൾ യൂസ് ചെയ്തിട്ടാണ് കുട്ടികളെ പഠിപ്പിച്ചത്. ആ സിനിമയ്ക്കകത്ത് നമ്മൾ കാണുന്നുണ്ട്, നകുലൻ ഒരു ഹൈപ്പോത്തസിസ് കൊണ്ടുവരുന്നുണ്ട്, അവിടുത്തെ ചിത്തരോഗി ആരാണെന്നുള്ളത്. എന്താണ്? അദ്ദേഹം പറയുകയാണ് ശ്രീദേവിക്ക് ഭ്രാന്താണ്. അതൊരു ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. പുള്ളിക്കാരൻ റിസർച്ച് ചെയ്യുന്നതിന് മുമ്പേ തീരുമാനിച്ചു കഴിഞ്ഞു ഇന്ന ആൾക്കാണ് ഭ്രാന്ത് എന്ന്. സോ ദാറ്റ് ഈസ് ആക്ച്വലി എ ഡിക്ലറേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയാം. അതേസമയം മോഹൻലാൽ വന്നിട്ട് ഈ സിനിമയിൽ ചെയ്യുന്നൊരു കാര്യം, ശ്രീദേവിക്കാണോ ഭ്രാന്ത്, അതോ ശ്രീദേവിക്ക് അല്ലെങ്കിൽ ആർക്കായിരിക്കാം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. സോ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ഓഫ് ഹൈപ്പോത്തസിസിനാണ് ക്വസ്റ്റ്യൻ ഫോം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് hypothesis that can be stated. And then there is a directional hypothesis. ആ സിനിമയിൽ ഒരു ഹൈപ്പോത്തസിസ് അല്ലെങ്കിലും ഒരു കോൺസെപ്റ്റ് പോലെ നമുക്ക് പറയാം. അതായത് ദുർഗാഷ്ടമിയോട് അടുക്കുമ്പോഴാണ് ഗംഗയിലെ ചിത്തരോഗി ഇൻക്രീസ് മീൻസ് അതിന്റെ ഭ്രാന്ത് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറയാം. സോ ആക്ച്വലി ഒരു വേരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ മറ്റൊരു വേരിയബിൾ കൂടുകയോ കുറയോ ചെയ്യുകയാണെങ്കിൽ then that is called as directional hypothesis. അങ്ങനെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നതിനാണ് ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സോ നൾ ഫോം ഇസ് വെയർ നമ്മൾ രണ്ട് വേരിയബിൾസ് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് സ്റ്റേറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ഒരിക്കലും സ്റ്റേറ്റ് ചെയ്യാറില്ല. ബന്ധം ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധം ഡിക്രീസ് ചെയ്യോ, ഒരാൾ മാറുന്ന അനുസരിച്ച് വേറൊരാൾ മാറുന്നോ ഇല്ലയോ, അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും സ്റ്റേറ്റ് ചെയ്യുന്നത്. സോ ആൻസേഴ്സ് കനോട്ട് ബി സ്റ്റേറ്റഡ് ഇൻ ഫോംസ് ഓഫ് നൾ ഫോം. നൾ ഫോമിൽ ആരും എന്ത് ചെയ്യാറില്ല, ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്യാറില്ല. നെക്സ്റ്റ് വൺ, ദ കോൺസെപ്റ്റ് ഓഫ് മെയിൻ സ്ട്രീമിംഗ് ഡീൽസ് വിത്ത്. സോ എന്താണ് മെയിൻ സ്ട്രീമിംഗ് ഡീൽ ചെയ്യുന്ന കോൺസെപ്റ്റ്? Placing exceptional children in special school, placing gifted students in special school, placing special need children in regular schools, and placing normal students as separate groups. Special needs ഉള്ള കുട്ടികളെ
റെഗുലർ സ്കൂൾസിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് മെയിൻ സ്ട്രീമിംഗ് എന്ന് പറയും. ടീച്ചേഴ്സ് പ്രൊഫഷണലിസം മേ ബി അസസ്ഡ് ഇൻ ടേംസ് ഓഫ് ഓൾ ദ ഫോളോയിങ് എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ് അല്ലാത്തത് എന്നാണ്. കമ്മിറ്റ്മെന്റ് ടു റിലീജിയൻ ആൻഡ് കാസ്റ്റ്, കമ്മിറ്റ്മെന്റ് ടു പ്രൊഫഷൻ ആൻഡ് സ്റ്റുഡൻസ്, പാരന്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റി, കൊളീഗ്സ് ആൻഡ് എംപ്ലോയർ. നമുക്ക് വായിക്കുമ്പോൾ തന്നെ ആൻസർ മനസ്സിലാവും. ടീച്ചറിന് ആരോട് കമ്മിറ്റ്മെന്റ് വേണ്ട? റിലീജിയൻ ആൻഡ് കാസ്റ്റിനോട് വേണ്ട. പക്ഷെ അതേസമയം പ്രൊഫഷനോടും സ്റ്റുഡൻസിനോടും പാരന്റ്സിനോടും കമ്മ്യൂണിറ്റിയോടും എംപ്ലോയറോടും കൊളീഗ്സിനോടും എന്ത് വേണം? കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഇസ് ട്രൂ? ഇതിൽ ഏതാണ് കറക്റ്റ്? സോ ഈ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ലെറ്റ് മീ ടെൽ യു, അടിവരയിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഞാൻ ഈ പറയാൻ പോകുന്ന വാചകം എപ്പോഴും ഓർത്തിരിക്കുക. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം. A valid test is always reliable. A valid test is always reliable, and a reliable test may or may not be valid. So a valid test is always reliable. A reliable test may or may not be valid. ഇത് എപ്പോഴും ഒരു 4-5 പ്രാവശ്യം പറഞ്ഞു പഠിച്ചോളൂ. ഈ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് കാണും. സോ വാലിഡ് ടെസ്റ്റ് ഇസ് ഓൾവേസ് റിലയബിൾ എന്നുള്ളത് ഓർത്ത് വെക്കുക. ആൻഡ് റിലയബിൾ ടെസ്റ്റ് മേ ഓർ മേ നോട്ട് ബി വാലിഡ്. സോ വാലിഡ് ടെസ്റ്റ് ഇസ് റിലയബിൾ ഇസ് ദി ട്രൂ സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് വൺ, റിസർച്ച് ക്യാരിഡ് ഔട്ട് ബൈ പ്രാക്ടീഷണേഴ്സ് ഇസ് കോൾഡ്. നമുക്കറിയാം ആക്ഷൻ റിസർച്ച്. ക്ലാസ് റൂമിൽ ഡേ ടു ഡേ ടീച്ചിങ്ങിനോടൊപ്പം നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ആക്ഷൻ റിസർച്ച്. നെക്സ്റ്റ് വൺ, SDG is related to quality education. SDG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. നമ്മളൊരു ചാപ്റ്റർ പഠിക്കുന്നുണ്ടല്ലേ, നമ്മൾ ഡെലോർസ് റിപ്പോർട്ട്, അതായത് യുഎന്നിന്റെ ലേണിംഗ് ദ ട്രഷർ വിത്തിൻ എന്നുള്ള റിപ്പോർട്ട് പഠിക്കുന്ന ആ ചാപ്റ്ററിനകത്ത് ഓൾസോ എംഫസൈസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. സോ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ് ടോട്ടൽ ഉള്ളത്. അതിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 4th ഗോൾ ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഇസ് നോട്ട് എ പില്ലർ ഓഫ് യുനെസ്കോസ് റിപ്പോർട്ട്. യുനെസ്കോയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ലേണിംഗ് ദ ട്രഷർ വിത്തിൻ ആണ്, നമ്മൾ എല്ലാവരും പഠിച്ചതാണ്. ഇതിനെ ഡെലോസ് റിപ്പോർട്ട് എന്നും വിളിക്കാറുണ്ട്. DELOR, ഡെലോസ് റിപ്പോർട്ട്. സോ ഇതിനകത്ത് ഏതാണ് പില്ലർ അല്ലാത്ത? ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ലിവ് ടുഗെദർ, ലേണിംഗ് ടു ലേൺ, ലേണിംഗ് ടു ബി. നമുക്കറിയാം ലേണിംഗ് ടു ലേൺ ആണ്. ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ബി ആൻഡ് ലേണിംഗ് ടു ലിവ് ടുഗെദർ. ഈ 4 യുനെസ്കോയുടെ റിപ്പോർട്ടിലുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത് ലേണിംഗ് ടു ലിവ് ടുഗെദർ ആണ്. അടുത്തത്, IQ below 20 is classified as, നമ്മൾ അതൊന്ന് നോക്കി വെക്കണം. സോ 20 താഴെ IQ ഉള്ള കുഞ്ഞുങ്ങളെ നമ്മൾ പ്രൊഫൗണ്ട് ഡിസബിലിറ്റി ഉള്ളതായിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, PWD ആക്ട് വാസ് ഇൻ 1995 PWD ആക്ട് വരുന്നത്. ഓൾമോസ്റ്റ് 7 ഡിസബിലിറ്റീസിനെയാണ് എന്ത് ചെയ്തത്? അവർ ഐഡന്റിഫൈ ചെയ്തത് PWD ആക്ടിൽ. നെക്സ്റ്റ് വൺ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫ്രോം 6 to 14 years. അത് ഏത് ആർട്ടിക്കിളിന്റെ അടിയിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 21 അടിയിലാണ് വരുന്നത്. എയർ ആക്ട്, അപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് എയർ ആക്ട്, വാട്ടർ ആക്ട്, ഫോറസ്റ്റ് ആക്ട് ഒക്കെ. അപ്പൊ അതിന്റെ ഇയർ നോക്കി വെച്ചിട്ട് പോവുക. സോ എയർ ആക്ട് വാസ് ഇൻ 1981. നെക്സ്റ്റ് വൺ, ലബോറട്ടറി സ്കൂൾ വാസ് പ്രപ്പോസ്ഡ് ബൈ. ആരാണ് ലബോറട്ടറി സ്കൂൾ പ്രപ്പോസ് ചെയ്തത്? ജോൺ ഡ്യൂയി ആണ് ലബോറട്ടറി സ്കൂൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത്. പ്രോജക്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത് കിൽപാട്രിക് ആണ്. ഫ്രോബൽ എന്ന് പറയുന്ന ആള് പ്രപ്പോസ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ് കിൻഡർ ഗാർഡൻ. അസുബൽ ആണ് മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് പ്രപ്പോസ് ചെയ്തത്. RPW ആക്ട്, നമ്മൾ PWD ആക്ട് പഠിച്ചു 1995 7 ഡിസബിലിറ്റീസ് ആണ് പറഞ്ഞതെങ്കിൽ RPWD ആക്ട് വാസ് ഇൻ 2016 ആൻഡ് ഇറ്റ് ഐഡന്റിഫൈഡ് 21 disabilities. So RPW act was in 2016. Next one, which is not an LMS platform. ഈ പറയുന്നവയിൽ ഏതാണ് LMS പ്ലാറ്റ്ഫോം അല്ലാത്തത്? സോ മൂഡിൽ, ടെലൂറിയം, ബ്ലാക്ക് ബോർഡ്, എഡ്മോഡോ, ഇതിൽ LMS പ്ലാറ്റ്ഫോം അല്ലാത്തത് ടെലൂറിയം ആണ്. ഇറ്റ് ഇസ് എ ഫ്രീ സോഫ്റ്റ്വെയർ. ഓക്കെ. നെക്സ്റ്റ് വൺ, മോസ്റ്റ് പവർഫുൾ ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ക്ലാസ് റൂം ടീച്ചിങ് ഇസ് confusion on part of teacher, outside noise disturbing the class, noise in classroom, lack of teaching aids. ഇതിൽ ഏറ്റവും പവർഫുൾ ബാരിയർ എന്ന് പറയുന്നത് ടീച്ചറിന്റെ പാർട്ടിലുള്ള കൺഫ്യൂഷൻ ആണ്. ഇഫ് ടീച്ചർ ഇസ് നോട്ട് വെൽ വേഴ്സ്ഡ് ഇൻ ദി ലെസൺ, അതായിരിക്കും ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആയിട്ട് ക്ലാസ് റൂമിൽ ആക്ട് ചെയ്യും.
നെക്സ്റ്റ് വൺ, പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ബോട്ട് അബൌട്ട് ബൈ എക്സ്പീരിയൻസ് ഓർ ട്രെയിനിങ് ഇസ് കോൾഡ്. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആണ് ലേണിംഗ്. In Skinner's theory, reinforcement is given to learner when his response is not correct, 100% correct, his response is regular and continuous, his response is closer to correct behavior. നമ്മൾ എപ്പോഴും സ്കിന്നറിന്റെ തിയറിയിൽ പറയുന്ന കാര്യമാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ബിഹേവിയർ എലിസിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീഇൻഫോഴ്സ് ചെയ്യുന്നത്. സോ ഹിയർ ആൻസർ ഇസ് ഹിസ് റെസ്പോൺസ് ഇസ് ക്ലോസർ ടു ദി കറക്റ്റ് ബിഹേവിയർ. വിച്ച് ഇസ് ദി മോർ പ്രാക്ടിക്കൽ ഇൻ നേച്ചർ? ഈ പറയുന്നവയിൽ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് ഏതാണ്? കോൺഫറൻസ്, സെമിനാർ, വർക്ക്ഷോപ്പ്, സിംപോസിയം. നമുക്കറിയാം വർക്ക്ഷോപ്പാണ് പലപ്പോഴും നമ്മൾ ഹാൻഡ്സ് ഓൺ ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത്. സോ അതിനാണ് കൂടുതൽ പ്രാക്ടിക്കൽ നേച്ചർ ഉള്ളത്. നെക്സ്റ്റ് വൺ, മോസ്റ്റ് ഫ്രീക്വന്റ് ഐറ്റം ഓഫ് സീരീസ് ഓഫ് ഡേറ്റ ഇസ് നോൺ ആസ്. ഒരു സെറ്റ് ഓഫ് ഡേറ്റ തന്നിട്ട് അതിനകത്ത് ഏറ്റവും മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഐറ്റത്തിനെ വിളിക്കുന്ന പേരാണ് മോഡ്. ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഐറ്റത്തിന്റെ പേരാണ് മോഡ്. ഇഫ് നമ്പർ ഇസ് കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് വരുന്നതിനെ നമ്മൾ അതിന്റെ ഏത് രീതിയാണെന്ന് വെച്ചാൽ ഫ്രീക്വൻസി എന്ന് പറയും. പക്ഷെ ഐറ്റം മോസ്റ്റ് ഫ്രീക്വന്റ് ആവുമ്പോൾ then it is called mode. So according to Jean Piaget, cognitive process of fitting new into existing cognitive schema is known as. അതായത് നമ്മൾ ഓൾറെഡി നമുക്ക് കുറച്ച് കൊഗ്നേറ്റീവ് സ്കീമ ഉണ്ട്, അതിലേക്ക് പുതിയൊരു സാധനത്തിനെ ഫിറ്റ് ചെയ്യുന്നതിന് എന്താണ് വിളിക്കുന്നത്? ഇറ്റ് ഇസ് കോൾഡ് അസിമിലേഷൻ. അടുത്തത്, എയിം ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ബുദ്ധിസം. ഈ പറയുന്നവയിൽ ഏതാണ് ബുദ്ധിസത്തിന്റെ എയിം? നമുക്കറിയാം ബുദ്ധിസം ഇസ് വെരി മച്ച് കണക്റ്റഡ് ടു നിർവാണ. ഒരു 8-fold പാത്തിലൂടെ നിർവാണ അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിസത്തിന്റെ എയിം. സോ ഹിയർ എയിം ഓഫ് ബുദ്ധിസം ഇസ് നിർവാണ ത്രൂ 8-fold path. Next one, it is said that there are individual differences among students in class. This fact is suggestion for teachers to be careful in teaching, a great hindrance to teachers in teaching, supported by lazy teachers to find excuses of their weakness, purely a historical evidence that is outdated today. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കാര്യം കത്തും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ഹിയർ എ സജഷൻ ഫോർ ടീച്ചേഴ്സ് ടു ബി കെയർഫുൾ ഇൻ ക്ലാസ്. ക്ലാസ്സിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം ക്ലാസ് എടുക്കാൻ. So here this is the answer. Next one, communication will be effective when. നമ്മൾ എപ്പോഴാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇഫക്റ്റീവ് ആണെന്ന് പറയുന്നത്? It is delivered using simple language. It reaches receiver as intended by sender. It is delivered in a calm situation. If reaches receiver slowly. ഇതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ് റീച്ചസ് റിസീവർ ആസ് ഇന്റൻഡഡ് ബൈ സെൻഡർ. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ വീഡിയോ നിങ്ങളിൽ എത്തുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റൂ. സോ ആൻസർ ഇസ് ബി. നെക്സ്റ്റ് വൺ, which is not correct statement about growth and development. Growth is determined by intrinsic genetic factor of organism. Not correct ആണ് കേട്ടോ. Growth refers to quantitative change, whereas development refers to qualitative change. Growth is a continuous process. Growth and development are interconnected. ഇതിൽ നോട്ട് കറക്റ്റ് ആയിട്ടുള്ളത് ഐ വുഡ് സേ ഗ്രോത്ത് ഇസ് കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു പോയിന്റ് കഴിയുമ്പോൾ അവർ ഗ്രോത്ത് റിട്ടാർഡ്സ്. സോ ഗ്രോത്ത് ഇസ് കണ്ടിന്യൂസ് പ്രോസസ് ആണ് നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. Secular education means an education which is in-depth study of religion, education of caste and creed, an education emphasizing equality of religions and tolerance to other beliefs, an education to be indifferent to religions. ഇതിൽ നമ്മുടെ ചുറ്റുമുള്ള മറ്റ് റിലീജിയൻസിനോട് ടോളറൻസ് ഉണ്ടാക്കുകയും അതിന് ഇക്വാളിറ്റി നൽകാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ ഉണ്ടാക്കുന്നതിനെയാണ് സെക്യുലർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ദി ആൻസർ. Next one, who said personality is a dynamic organization within the individual of those psychophysical systems that determine his unique adjustment to this environment? ഇത് പറഞ്ഞ ആളാരാണ്? ഗോർഡൻ ആൽപോർട്ട് ആണ്. നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ അറിയാം. പേഴ്സണാലിറ്റി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ആണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ബട്ട് സൈക്കോ അനലിറ്റിക്കൽ തിയറി ആണ് പറഞ്ഞേക്കുന്നത്. ബാക്കി ഉള്ള ആൾക്കാര് പേഴ്സണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരല്ല. സോ ഗോർഡൻ ആൽപോർട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. Purpose of value-based education is best served by religious and moral practices, cultural practices prevailing in humanity, norms of conduct laid by a social group, concern of human values. Answer, concern of human values ആണ്. കുട്ടികളിൽ ഹ്യൂമൻ വാല്യൂസ് നോടൊരു കൺസേൺ ഉണ്ടാക്കിയാൽ മാത്രമേ വാല്യൂ എഡ്യൂക്കേഷൻ പോസിബിൾ ആണെന്ന് പറയാൻ പറ്റൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പ്രൈമറി അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് വീഡിയോ കോൺഫറൻസിങ് ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്.
Teaching becomes individual, teaching becomes multidimensional, global exposure for teachers and students. Learning becomes more interesting, reinforces learning continuously. വീഡിയോ കോൺഫറൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് അഡ്വാൻറ്റേജ് ആണ് ഉണ്ടാവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് പ്രിറ്റി എവിഡന്റ് ഗ്ലോബൽ എക്സ്പോഷർ ആണ്. കാരണം വീഡിയോ കോൺഫറൻസിങ് വഴി നമുക്ക് അക്രോസ് ദ ഗ്ലോബ് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. സോ ഗ്ലോബൽ എക്സ്പോഷർ ഓഫ് ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ഇസ് പോസിബിൾ ത്രൂ വീഡിയോ കോൺഫറൻസിങ്. വേർബൽ ഗൈഡൻസ് ഇസ് ലീസ്റ്റ് എഫക്റ്റീവ് ഇൻ, ഈ പറയുന്നവയിൽ ഏതാണ് വേർബൽ ഗൈഡൻസ് ലീസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത്? റിലേഷൻഷിപ്പ് പഠിപ്പിക്കാൻ, ഫാക്ട് പഠിപ്പിക്കാൻ, ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ, സ്കിൽ ഉണ്ടാക്കാൻ. സ്കില്ലാണ് നമുക്ക് ലീസ്റ്റ് എഫക്റ്റീവ് വേർബൽ ഗൈഡൻസിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്നത്. കാരണം നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യും. അതേസമയം നമുക്ക് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടോ ഫാക്റ്റിനെ പറ്റിയിട്ടോ ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടോ സംസാരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും, സംസാരത്തിലൂടെ മനസ്സിലാക്കിപ്പിക്കാൻ സാധിക്കുന്നതാണ്. Next one, material and physical universe is an incomplete version of expression of reality എന്ന് പറഞ്ഞത് ഈ പറഞ്ഞതിൽ ഏത് സ്കൂളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മെറ്റീരിയൽ ആൻഡ് ഫിസിക്കൽ, നമ്മുടെ ചുറ്റുമുള്ള എന്താണ് ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് എ പാർട്ട് ഓഫ് ദ റിയാലിറ്റി, കംപ്ലീറ്റ് റിയാലിറ്റി ആയിട്ടില്ല എന്ന് പറഞ്ഞത് ഏത് സ്കൂൾ ഓഫ് ഫിലോസഫി ആണ്? ഐഡിയലിസം ആണ്. വി നോ ദറ്റ് ഐഡിയലിസം ബിലീവ്സ് ഇൻ ദ ഫോം ഓഫ് ഐഡിയാസ്, അല്ലെ? ഐഡിയലിസം ആണ്. നെക്സ്റ്റ് വൺ, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ യൂസ് ടു പ്ലാൻ, ഇംപ്ലിമെന്റ്, assess and assess a specific learning process. നമ്മൾ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് എന്താണ് ആപ്പിൽ കയറിയിട്ട് പഠിക്കാൻ പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം എൻട്രിയോ സൈലമോ അങ്ങനെയുള്ള എന്തെങ്കിലും ആപ്പ് നമ്മൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ വീൽ അണ്ടർസ്റ്റാൻഡ്, നമുക്ക് അതിനകത്തൊരു സ്റ്റഡി പ്ലാൻ കാണും, അതിനകത്ത് പ്രോപ്പർ അസസ്മെന്റ്സ് അതിനകത്ത് തന്നെ കാണും, നമുക്ക് MCQ ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ കാണും. അപ്പം അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് LMS പ്ലാറ്റ്ഫോം. So that's it from my side. I hope this video was useful for you. Stay tuned. Any കൂടുതൽ videos വരാനുണ്ട്. Thank you so much for watching. This is Gayatri signing off.